Good morning, students. Adutha university question idana. Using Green's theorem, evaluate integral over c tan inverse y dx minus y square x by 1 plus y square dy, where c is the square with the vertices 0, 0, 1, 0, 1, 1 and 0, 1. ഇത് ഫെബ്രുവരി 2023 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പൊ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഗ്രീൻസ് തിയറം എഴുതണം. ഫസ്റ്റ് വി കാൾ റൈറ്റ് ദ ഗ്രീൻസ് തിയറം. ബൈ ഗ്രീൻസ് തിയറം. By Green's theorem, integral of c f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f by dou y into d. ഇതാണ് ഫോർമുല. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആദ്യം നമ്മൾ ഡോ ജി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം, ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ് എഫ് എന്ന് പറയുന്നത്? എഫ് എന്ന് പറയുന്നത് ഡി എക്സിനോട് ചേർന്ന് കിടക്കുന്നത്. ഡി എക്സിനോട് ചേർന്ന് കിടക്കുന്ന ആരാണ്? ടാൻ ഇൻവേഴ്സ് ബൈ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബൈ. ജി എന്ന് പറയുന്നത് ആരാണ്? ഡി വൈയോട് ചേർന്ന് കിടക്കുന്നത്. അതാരാണത്? മൈനസ് വൈ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ്. ഇനി നമ്മൾ എഫ് എന്ന ഫംഗ്ഷനെ നമ്മൾ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് വൈനെ നമ്മൾ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ജി എന്ന ഫംഗ്ഷനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്താ കിട്ടുന്നത്? എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1. അപ്പൊ നമ്മള് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് എഫ് ഐഡന്റിഫൈ ചെയ്തു, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ജി ഐഡന്റിഫൈ ചെയ്തു. എഫ് എന്ന് പറഞ്ഞാൽ ഡി എക്സിനോട് ചേർന്ന് കിടക്കുന്ന എഫ്, ഡി വൈയോട് ചേർന്ന് കിടക്കുന്ന ജി ആണ്. എഫും ജിയും ഐഡന്റിഫൈ ചെയ്തു. എഫിനെ നമ്മൾ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ജിനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ, ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഡോ ജി ബൈ ഡോ എക്സ് എന്താണ് കിട്ടിയിരിക്കുന്നത്? മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ, മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ എന്താണ്? 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി. ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ. ഇവിടെ രണ്ടിന്റെ കോമൺ എൽസി ആണ്. അപ്പോൾ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 1 minus y square plus 1 divided by y square plus. അപ്പോൾ y square plus ആയി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഡബിൾ ഇന്റഗ്രൽ ഡി. ഡബിൾ ഇന്റഗ്രൽ. ഇനി നമുക്ക് ഈ ഡി എ എന്നുള്ളത് ഡി വൈ ഡി എക്സും ചെയ്യാം, അതുപോലെ തന്നെ ഡി എക്സ് ഡി വൈ ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡി വൈ ഡി എക്സ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ഡി വൈ ഡി വൈ ഡി എക്സിൽ ചെയ്യുമ്പോൾ വൈയുടെയും എക്സിന്റെയും ലിമിറ്റ് കിട്ടും. ഇവിടുത്തെ കർവ് എന്താണ്? കർവ് സി ഇസ് സ്ക്വയർ. സി ഒരു സ്ക്വയർ ആണ് വിത്ത് വെർട്ടിസസ്. സി ഇസ് എ സ്ക്വയർ വിത്ത് വെർട്ടിസസ്. അപ്പോൾ ഇവിടെ വെർട്ടിസ് ഏതാണ്? 0, 0, 1, 0, അതുപോലെ 1, 1, then 0. അതായത് നമ്മൾ ഇത് എക്സ് ആക്സിസ് എടുക്കാം, ഇത് വൈ ആക്സിസ് എടുക്കാം. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പൊ ഇത് 0, 0 എന്നുള്ള പോയിന്റ്, ഇത് 1, 0 എന്നുള്ള പോയിന്റ്, ഇത് 1, 1 എന്നുള്ള പോയിന്റ്, 0, 1 എന്നുള്ള പോയിന്റ്. അപ്പൊ ഈ സ്ക്വയറിൽ നോക്കി ഇത് റെക്ടാംഗിൾ റീജിയൻ ആണ്. റെക്ടാംഗിൾ റീജിയൻ ആകുമ്പോൾ എക്സിന്റെ വൈഡ് ലിമിറ്റ് കോൺസ്റ്റന്റ് ലിമിറ്റ് ആയിരിക്കും. എക്സിന്റെ വൈഡ് ലിമിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മള് വൈഡ് ലിമിറ്റ് ഡബിൾ ഇന്റഗ്രൽ വൈഡ് ലിമിറ്റ് വൈ വേരീസ് ഫ്രം 0 to 1. വൈഡ് വേരീസ് വൈ എത്രയാണ്? ഇവിടെ നമുക്ക് വൈ 0 ആണ്, ഇവിടെ 1 വരെ വരുന്നു. അപ്പോ y varies from 0 to 1 dy dx. x varies from again 0 to 1. x ഉം varies from 0 to 1. 0. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഇന്റഗ്രൽ 0 to 1 dy ഡിഗ്രി y വരും, then 0 to 1 dx. That is integral 0 to 1 dx. That is x 0 to 1 കൊടുക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും? 1. ഇതിന്റെ ഫൈനൽ ആൻസർ എന്താണ്?
the final answer will be ഒരു മൈനസ് പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ മൈനസ് നമ്മൾ ഇവിടെ ഇടുന്നു. Therefore, the final answer will be -1 എന്നാണ്. -1 minus double integral dA minus double integral dA. Therefore, നമുക്ക് ഇതിന്റെ ആൻസർ -1 എന്നാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്തു. ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. എന്താണ് ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും എഫും ജിയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. എഫ് എന്ന് പറയുന്നത് ഡി എക്സിനോട് ചേർന്ന് കിടക്കുന്നത്, ജി എന്ന് പറയുന്നത് ഡി വൈയോട് ചേർന്ന്. അങ്ങനെ എഫും ജിയും കിട്ടിക്കഴിഞ്ഞാൽ എഫിന് നമ്മൾ വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജിന് നമ്മൾ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഡബിൾ ഇന്റഗ്രൽ ഡി എ. ഇനി ഇവിടുത്തെ കർവ് ഏതാണ്? ഒരു സ്ക്വയർ ആണ് വിത്ത് വെർട്ടീസസ് 0 0 1 0 1 1 ആൻഡ് 0. അങ്ങനെയുള്ള ഒരു കർവാണ് നമ്മുടെ ഈ സി എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വൈയുടെയും എക്സിന്റെ ലിമിറ്റ് കിട്ടും. വൈ വേരീസ് ഫ്രം 0 to 1 ആണ്, എക്സ് വേരീസ് ഫ്രം 0 to 1 ആണ്. അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ആൻസർ വിൽ ബി -1. പ്രോബ്ലത്തിന്റെ ആൻസർ -1 ആണ്. ഇത് ഫെബ്രുവരി 2023 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചത്. അപ്പൊ എല്ലാവരും നോക്കി. ഓക്കെ, ശരി.